ജപ്പാൻകാരൻ ഇന്ത്യയോട് പറഞ്ഞ ആരോഗ്യരഹസ്യം. ഒരു ജാപ്പനീസ് സംരംഭകൻ ഇന്ത്യയിലെത്തി ഒരു ചോദ്യം ചോദിച്ചു. രോഗം വന്ന ശേഷം മാത്രം ആശുപത്രിയിലേക്ക് നിങ്ങൾ എല്ലാ പേരും പോകുന്നത് എന്തുകൊണ്ട്? ആ ചോദ്യം ചോദിച്ചത് മഷാരു മോറിഡ എന്ന വ്യക്തിയാണ്. ജപ്പാനിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ച ശേഷം ഒരു വലിയ കാര്യം മനസ്സിലാക്കി. മിക്ക ആളുകളും രോഗം കാരണം മരിക്കുന്നതല്ല, രോഗം വളരെ വൈകി കണ്ടെത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ന്യൂറ എന്ന സ്ഥാപനം ആരംഭിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ടെക്നോളജിയെക്കുറിച്ചല്ല, ജീവിതശൈലിയെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, ജപ്പാനിൽ കുട്ടിക്കാലം മുതൽ ഒരു ശീലം പഠിപ്പിക്കും, ഹാര ഹാച്ചിബു, അതായത് വയറിൻ്റെ 80% മാത്രം നിറയുമ്പോൾ ഭക്ഷണം നിർത്തുക. So only 80% get full. Stop. Don't be like not too much eat. And even I teach to my kids little less, 80%. Then stop. Hara hachibu. Hara hachibu me. Yeah, I know that concept. Eat till you're 80% full. കാരണം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും വലിയ ശത്രുവാണ്. അതുമാത്രമല്ല, ജപ്പാനിൽ വർഷത്തിൽ ഒരിക്കൽ നിങ്കൻ ഡോക്ക് എന്ന സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുന്നത് സാധാരണ കാര്യമാണ്. രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പരിശോധന നടത്തും. So what is it exactly? Ningen mean human. Ningen. Okay. Dock mean check. For example, dock in like a ship, big ship to go dock. Oh to yeah, check. it's the same dog. Same. Ningen, human, dock. Human dog. Yes. Okay. To see every. കാരണം ക്യാൻസർ അവസാന ഘട്ടത്തിൽ കണ്ടെത്തുന്നതിനേക്കാൾ ആദ്യ ഘട്ടത്തിൽ കണ്ടെത്തുന്നത് ജീവൻ രക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജപ്പാനിൽ ക്യാൻസർ എന്ന രോഗം ക്യൂറബിൾ ആണ്. പക്ഷേ ഇന്ത്യയിലാകട്ടെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡെത്ത് ഡിസീസാണ്. മഷാരു മോറിഡ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുന്നു. ജപ്പാനിൽ ആളുകൾ പ്രത്യേകിച്ച് വ്യായാമത്തിനായി സമയം കണ്ടെത്തുന്നില്ല. അവരുടെ ജീവിതം തന്നെ വ്യായാമമാണ്. ട്രെയിൻ പിടിക്കാൻ നടക്കും, ഓഫീസിലേക്ക് സൈക്കിളിൽ പോകും, പടികൾ കയറും. ഓരോ ദിവസവും ശരീരം സ്വാഭാവികമായി ചലിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യം ആശുപത്രിയിൽ നിന്ന് ആരംഭിക്കുന്നതല്ല, നിങ്ങളുടെ അടുക്കളയിൽ നിന്നാണ്, നിങ്ങളുടെ ഓരോ ഭക്ഷണത്തിൽ നിന്നുമാണ്. ഓരോ ദിവസത്തെ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുന്നത്. ഇന്ന് AI ഉപയോഗിച്ച് 2 മണിക്കൂറിനുള്ളിൽ ശരീരത്തിലെ അപകട സാധ്യതകൾ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മഷാരു മോറിഡ പറയുന്നത് വളരെ ലളിതമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ പോലും നല്ല ജീവിതശൈലിയെ പകരം വയ്ക്കാൻ കഴിയില്ല. അവസാനമായി അദ്ദേഹം എല്ലാവരോടും പറയുന്നത്, രോഗം വരുന്നതുവരെ കാത്തിരിക്കരുത്. വർഷത്തിൽ ഒരു ആരോഗ്യ പരിശോധന നടത്തൂ, ദിവസവും നടക്കൂ, 80% മാത്രം ഭക്ഷണം കഴിക്കൂ. കാരണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ്.